ഹായ്, വെൽക്കം ടു ക്യാമ്പസ് ടെല്ലർ. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ബി എസ് സി നഴ്സിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് ഒരു ബി എസ് സി നഴ്സിംഗ് ഒരു കരിയറായി ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഷനൂഫ്ക. ഓ. ഇതിപ്പോൾ ഞാനിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. ഉം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഞാനിപ്പോൾ നഴ്സിംഗ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പൊ ബി എസ് സി നഴ്സിംഗ് നമ്മൾ എടുക്കുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്നുള്ളത് കോളേജിന്റെ അഫിലിയേഷൻസ്, പിന്നെ കാറ്റഗറി ഓഫ് കോളേജസ്, തേർഡ്ലി ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന സ്റ്റുഡൻസിന് ഇപ്പോൾ അവരുടെ പാരൻസിനും കൂടിയിട്ട് ഒന്ന് ഇലാബറേറ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ പറ്റുമോ? ഷുവർ. ആദ്യത്തെ കാര്യം നമ്മൾ പറഞ്ഞത് അഫിലിയേഷൻ. ഇപ്പൊ അഫിലിയേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ INC. ഇപ്പൊ നഴ്സിംഗിന് മസ്റ്റ് ആയിട്ട് വേണ്ട ഒരു അഫിലിയേഷൻ ആണ് INC. INC എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം വേണം നമ്മൾ പഠിക്കുന്ന കോളേജിന്. അതുപോലെ തന്നെ ഏത് സ്റ്റേറ്റിലാണോ ഈ കോളേജ് സ്ഥിതി ചെയ്യുന്നത്, പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജ് ഏത് സ്റ്റേറ്റിലാണോ ആ സ്റ്റേറ്റിന്റെ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം മസ്റ്റ് ആയിട്ട് വേണം. ഈ 2 അഫിലിയേഷൻസും നിർബന്ധമാണ്. പിന്നെ ഇതിലുപരിയായിട്ടുള്ള ഒരു അഫിലിയേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ. അതായത് ഇപ്പം കേരളത്തിലാണെങ്കിൽ കുഹാസിന്റെ അഫിലിയേഷൻ, കർണാടകയിലാണെങ്കിൽ നമ്മുടെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷൻ. ഇത് നിർബന്ധമായിട്ടും വേണം. ഇതിൽ രണ്ടാമത്തത് എന്നുള്ളത് കാറ്റഗറി ഓഫ് കോളേജ്. കാറ്റഗറി ഓഫ് കോളേജ് എന്ന് പറയുമ്പോൾ ഇതിൽ 3 വരും. ആദ്യത്തേത് മെഡിക്കൽ കോളേജസ്, രണ്ടാമത്തത് ഓൺ ഹോസ്പിറ്റലുള്ള കോളേജസ്, പിന്നെ സാധാ ഇൻസ്റ്റിറ്റ്യൂഷൻ, നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് കുട്ടികൾ സെലക്ട് ചെയ്യുക എങ്ങനെയാന്ന് വെച്ചാൽ അവരുടെ ഫീസ് പാക്കേജ് എങ്ങനെയാണ്, അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ബഡ്ജറ്റ് ആണോ നോക്കിയിട്ടാണ് സെലക്ട് ചെയ്യുക. ഇതിൽ മെഡിക്കൽ കോളേജസ് ആകുമ്പം എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഓൺ ഹോസ്പിറ്റലും ഹോസ്റ്റലും എല്ലാ കാര്യങ്ങളും ഈ കോളേജിന്റെ കോമ്പൗണ്ടിന്റെ അകത്ത് തന്നെ ആയിരിക്കും. ഓൺ ഹോസ്പിറ്റലുള്ള അതാണ് സെക്കൻഡ് കാറ്റഗറി. ഈ ഓൺ ഹോസ്പിറ്റലുള്ള കോളേജ് ആകുമ്പോൾ എന്താണ് മെഡിക്കൽ കോളേജ് ആയിരിക്കില്ല, പക്ഷെ എങ്കിൽ കൂടെ അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് സ്ഥാപനങ്ങളായിരിക്കും. മൂന്നാമത്തത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പൊ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഇവർക്ക് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ ഉണ്ടാവില്ല, പക്ഷെ ബാക്കിയുള്ള ഹോസ്പിറ്റലായിട്ട് ടൈപ്പ് ചെയ്ത് പോസ്റ്റിങ്ങും കാര്യങ്ങളും കൊടുക്കും. ഇങ്ങനെ 3 കാറ്റഗറിയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം ലൊക്കേഷൻ. ഈ ലൊക്കേഷൻ എന്നുള്ളത് നമ്മൾ പഠിക്കുന്ന സ്ഥലം. ഇപ്പം കേരളത്തിൽ പഠിക്കുന്ന ഒട്ടുമിക്ക കുട്ടികളും ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് കർണാടക. ഇപ്പം കേരളത്തിൽ നിന്ന് കർണാടകയിൽ ഒരു കുട്ടി വന്ന് പഠിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഒന്ന് അവൈലബിലിറ്റി ഓഫ് സീറ്റ്സ് എന്നുള്ളത്. അപ്പം സീറ്റിന്റെ അവൈലബിലിറ്റി കേരളത്തിൽ നമ്മൾ ഏകദേശം ഒരു 9,000 സംതിങ് ആണ് കേരളത്തിൽ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻസ് എന്നുള്ളത്. അത് നേരെ മറിച്ച് നമ്മൾ കർണാടകയിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 45,000 സംതിങ് സീറ്റുകളുണ്ട്. അതിന്റെ റേഷ്യോ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്പർ ഓഫ് സീറ്റ്സിന്റെ അവൈലബിലിറ്റി വളരെയധികം കൂടുതലാണ്. പിന്നെ കേരളത്തിൽ നമുക്ക് പഠിക്കുമ്പം നമ്മളിപ്പം മാനേജ്മെന്റ് സീറ്റോ NRI സീറ്റോ ഡിപ്പെൻഡഡ് ആയിരിക്കും. ഇപ്പം കുറച്ച് മാർക്ക് കുറഞ്ഞ ആളാണെങ്കിൽ നമുക്ക് കേരളത്തിൽ പഠിക്കണമെങ്കിൽ ഹ്യൂജ് ബഡ്ജറ്റ് ആവും. അപ്പം ഒരു നഴ്സിംഗ് എന്നുള്ളൊരു പ്രൊഫഷൻ പഠിക്കാൻ നമ്മൾ ഒരിക്കലും ആ ഒരു തുക കൊടുത്ത് പഠിക്കണം എന്നില്ല. നേരെ മറിച്ച് ആ തുക ഉണ്ടെങ്കിൽ നമ്മൾ അതർ സ്റ്റേറ്റിൽ അതിന്റെ പകുതി തുകയ്ക്ക് നമുക്ക് പഠിക്കാം. മീൻസ് നമ്മൾ എന്താണോ മുടക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ പഠിക്കാൻ, അതിന്റെ ഹാഫ് ഓഫ് ദി എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതർ സ്റ്റേറ്റ് ആയ കർണാടകയിലോ തമിഴ്നാട്ടിലോ പഠിക്കാൻ പറ്റും. ഇതിപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ് ഓരോ സ്റ്റുഡൻസും ബഡ്ജറ്റിനനുസരിച്ച് അതിനനുസരിച്ചുള്ള കോളേജസ് ആണ് ചൂസ് ചെയ്യുക. അപ്പോൾ കുറഞ്ഞ ബഡ്ജറ്റ് പഠിച്ച സ്റ്റുഡൻറ്റും ഒരു കൂടിയ ബഡ്ജറ്റ് പഠിച്ച സ്റ്റുഡൻറ്റും പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഇതിൽ നിന്ന് വരാനുണ്ടോ? ഇപ്പൊ ചോദിച്ച ക്വസ്റ്റ്യന് ഉള്ള ആൻസർ എന്താന്ന് വെച്ചാൽ, ഇപ്പം ഓരോ കുട്ടി അവരുടെ ബഡ്ജറ്റ് അനുസരിച്ചും അവരുടെ താല്പര്യം അനുസരിച്ചാണ് ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള കോളേജ് ചൂസ് ചെയ്യാം. അല്ലാതെ അവരിപ്പോ ഏത് കോളേജ് ചൂസ് ചെയ്താലും പഠിച്ചിറങ്ങുമ്പം എന്താ പറയാ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഇയാള് ഒരു 10 ലക്ഷം കൊടുത്ത് പഠിച്ചു, ഞാനൊരു 15 ലക്ഷം കൊടുത്ത് പഠിച്ചു. എങ്ങനെ പഠിച്ചാലും 10 കൊടുത്ത് പഠിച്ചായാലും 15 കൊടുത്ത് പഠിച്ചാണെങ്കിലും പഠിച്ചിറങ്ങുമ്പം കിട്ടുന്ന ജോലി എന്നുള്ളത് സെയിം ആണ്. ഈ കിട്ടുന്ന ജോലിക്ക് ഇയാൾക്ക് കിട്ടുന്ന സാലറിയും എനിക്ക് കിട്ടുന്ന സാലറിയും ഈക്വൽ ആയിരിക്കും. അതിനൊന്നും ഡിഫറൻസസ് വരാനില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ഇപ്പം എത്ര കൊടുത്ത് പഠിക്കണം, വലിയ ക്യാമ്പസിൽ പഠിക്കണം എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അല്ലാതെ അതിൽ കാര്യമായ വേറൊരു മാറ്റങ്ങളും വരാനില്ല. നമ്മൾ ഈ പുറത്തു പോകുന്ന സമയത്ത് നമ്മൾ ഈ ലാംഗ്വേജ് ഒക്കെ നമ്മൾ വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഒരു കോമ്പറ്റീറ്റീവ് ലെവൽ എക്സാമിനേഷൻ എഴുതണം, അതായത് IELTS എഴുതണം, അല്ലെങ്കിൽ OET എഴുതണം. നമ്മൾ വിദേശത്തൊക്കെ പോകണമെങ്കിൽ UK USA കാനഡ ഒക്കെ പോകുമ്പോൾ നമ്മൾ ഈ എക്സാംസ് അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഈ എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പം ഈ അതർ സ്റ്റേറ്റിൽ പഠിക്കുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. എക്സ്പോഷർ കൂടുതലുള്ളതുകൊണ്ടും അതർ ലാംഗ്വേജസ് നമ്മൾ കൈകാര്യം ചെയ്തിട്ടുള്ള പരിചയം ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ് ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് വീഡിയോ കാണുന്ന ഓഡിയൻസിന് കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് എങ്ങനെ ഇപ്പോൾ അവർ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും?
അപ്പോൾ ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഏത് കോളേജാണ് നിങ്ങൾക്ക് പഠിക്കാൻ ബെസ്റ്റ് ആയിട്ടുള്ളതും, പിന്നെ അഫിലിയേഷൻസ്, ഇപ്പോൾ നിങ്ങളൊരു കോളേജ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കോളേജിന്റെ അഫിലിയേഷൻസ് ഉണ്ടോയെന്നും ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നമ്മൾ എല്ലാ ഇൻഫർമേഷനും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.